ഹായ് ഓൾ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിലെ 4ാമത്തെ മൊഡ്യൂൾ അഥവാ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെസിമൽ നമ്പർ 10 is equal to the ബൈനറി നമ്പർ. ഡെസിമൽ നമ്പർ 10 എന്ന് പറയുന്നതിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 10ന്റെ ബൈനറി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. 10ന്റെ ബൈനറി 1010 അല്ലെ, 8421. അപ്പം 8 2 10. ഓക്കെ, 1010 എന്നുള്ളതാണ് ബൈനറി. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ഒക്ടൽ സിസ്റ്റം. ഒക്ടൽ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ് അല്ലെ. ഡെസിമൽ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്. അതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ബൈനറിയുടെ ബേസ് 2 ആണ്. അതിൽ എത്ര ഉള്ള? 2 എണ്ണമാണ്, 0യും 1ഉം മാത്രമാണ്. ഒക്ടലിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഒക്ടലിന്റെ ബേസ് 8 ആയതുകൊണ്ട് നമുക്ക് എത്രയാണ് അതിന്റെ നമ്പർ? 8 നമ്പർ ഓഫ് 0 to 7 വരെ, അതായത് 8 എണ്ണമാണ് ഉണ്ടാവുക കേട്ടോ. ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ദെൻ ഡെസിമൽ 43. ഡെസിമൽ 43 എന്നുള്ളത് നമ്മൾ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് എഴുതുക? ഡെസിമൽ 43 എന്നുള്ളതിനെ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒന്നുകിൽ നമ്മൾ അതിനെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ഓപ്ഷനിൽ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിക്കാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആലോചിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ അതനുസരിച്ചാണ്. ഒന്നുകിൽ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെസിമലിനെ നമ്മൾ എക്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അത് ഏതാണോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, ചിലപ്പോൾ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും ചില ആളുകൾക്ക് എളുപ്പം. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താവും? ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം B2 അഥവാ 2B 2B രണ്ടും ഒരു ഓപ്ഷൻ തന്നെയാണ് B2. ഓക്കെ, അപ്പം അത് നമ്മൾ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 443 എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ വരും? അത് 2B എന്നാണ് വരും അല്ലെ. 2B എന്നാണ് വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ 2Bയുടെ 16 ആണ് വരിക. ഇവിടെ 16 ആണ് വരിക അല്ലെ. ബി എന്ന് പറഞ്ഞാൽ എ എന്താണ്? 10 ആണ്. അപ്പൊ 11 into 16 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഓക്കെ, 1. പിന്നെ ഇവിടെ എന്താണ്? 16. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. 16 into ഇവിടെ വരും 2 വരും. അപ്പൊ 32ഉം പിന്നെ 11 43. അപ്പൊ 2B ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി. അത് രണ്ടും ബിയും സിയും സെയിം ആൻസർ തന്നെ, സെയിം ഓപ്ഷൻ തന്നെയാണ്. ഇനി അത് ബി ഓർ സി. ഇനി 7BF ഇതിനെ നമ്മൾ 16 ഹെക്സാഡെസിമലിലേക്ക് ഹെക്സാഡെസിമലിലാണ് ഉള്ളത്. ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ? എല്ലാത്തിനും നമ്മൾ 4 ബിറ്റ് വെച്ചിട്ട് എഴുതിയാൽ മതി അല്ലെ. 7നെ നമ്മൾ 4 ബിറ്റ് വെച്ച് എഴുതാന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 1 1, അതാണ് 7. ബി എന്ന് പറഞ്ഞാൽ എന്താ വരുക? 1 0 1 1 എന്നാണ് വരുക ബി അല്ലെ. 1 0 1 0 1 1. ഇത് ഏതാണ് ആൻസർ ഉള്ളത് നോക്കാം. ഇതാണ് അതിന്റെ ആൻസർ അല്ലെ. ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. Then the hexadecimal number 3E816 is equal to the decimal number. ഇതിന്റെ ഡെസിമൽ നമ്പർ എന്താണെന്നാണ് ചോദിച്ചത്. ഇത് ഡെസിമൽ നമ്പറിലേക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? 3E816 ആണ്. അപ്പൊ ഇവിടെ 16⁻² ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ 8 into 16⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് വരും. പിന്നെ ഇ എന്ന് പറഞ്ഞാൽ എന്താ വരുക? ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ആണ്. 14 into 16 വരും. പിന്നെ ഇവിടെ എന്താ വരുക? 3 into 16ന്റെ സ്ക്വയർ വരും. 16ന്റെ സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുക നോക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 14 into 16 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും. പിന്നെ 16ന്റെ സ്ക്വയറിനെ നമ്മൾ 3 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ പറയുന്ന ഇതായിരുന്നു 3E8 അല്ലെ. 3E8ന് ഈക്വലന്റ് ആയിട്ടുള്ള നമ്പർ കിട്ടും. ഏതാണ് വരുക? ഇവിടെ നമുക്ക് വരുമ്പം 1000 ഓപ്ഷൻ, അതായത് 1000 982 74. ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ്. 1000 ആണ് കേട്ടോ. മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. 1000 ആണ് ഓപ്ഷൻ. ഇതിനെ നമ്മൾ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റണം. 100010. അതിന്റെ ഡെസിമൽ നമ്പർ ആണ്. ഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ 2⁻0 ആണ്. ഇത് 2⁻4 ആണ്. 2⁻5 ആണ്. അപ്പൊ ഇവിടെ ആകെ 1 ഉള്ളത് ഒന്ന് 2⁻0 ആണ്. അപ്പൊ 1 വരും. പിന്നെ 1 ഉള്ളത് 2⁻2 അപ്പൊ എന്ത് വരും? 4 വരും. പിന്നെ 1 വരുന്നത് 2⁻5 2⁻5 32 അല്ലേ വരിക? 32 വരും. അപ്പൊ എത്ര വരും മൊത്തത്തില്? 4 1 6 2 തെറ്റിപ്പോയാ 2⁻5 4 16 2⁻5 32 2⁻4 2⁻0 1.
37 കറക്റ്റ് തന്നെ അല്ലെ? 37 ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഫോർ ദ ബൈനറി നമ്പർ 11101000 ദ ഈക്വലന്റ് ഹെക്സാഡെസിമൽ നമ്പർ. അതിനെ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് ഒരു 4 എണ്ണം വെച്ച് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ മതി. അപ്പൊ ഈ 1110 നമ്മൾ ഇ എന്നാ പറയാം അല്ലെ? ഇത് ഇ ആണ്. 110 എന്താണ് 8 ആണ്. അപ്പൊ E8 ആണ്. E8 ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്പർ സിസ്റ്റത്തില് 13.75 13.75 13 എന്ന് പറയുന്നത് ഏതാണ്? 1010 ആണ് 10, 12 ആണ്, 1101 ആണ് 13. അപ്പൊ 1101 ആണ് ഇതും ഇതുമാണ് ഓപ്ഷൻ. ഇത് രണ്ടും അല്ല എന്തായിരുന്നു. പിന്നെ 0.775 into 2 അപ്പൊ എന്ത് വരും? 1.50. ഇനി നമ്മൾ ഇത് എടുക്കും, ഇത് ഒഴിവാക്കും. 50 into 2 എന്ത് വരും? 1.00 വരും. പിന്നെ into 2 എന്ന് പറഞ്ഞാൽ വരും 0.00. പിന്നെ അങ്ങോട്ട്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ആൻസർ 1100. അപ്പം ഇതാണ് വരിക. ഇതല്ല, ഇത് 01 ആണ്. അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. In an exclusive OR gate, when the output is 0, the input are exclusive OR അഥവാ XOR gate. XOR gate 00 വരുവാണെങ്കിലും 0 1 1 0 1 1 0 0 വന്നാലും 0 ആണ്, 1 0 വന്നാലും 0 ആണ് അല്ലെ? ഡിഫറന്റ് വരുമ്പോൾ മാത്രമാണ് 1 വരിക. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എക്സ്ക്ലൂസീവ് OR ഗേറ്റിൽ when the output is 0, ഔട്ട്പുട്ട് 0 ആവണമെങ്കിൽ ഇൻപുട്സ് എന്തായിരിക്കണം? രണ്ടും ഇവിടെ സെയിം വരുന്ന ഏതാണ്? ഇതല്ല, ഇതുമല്ല. ഇങ്ങനെ ഏതെങ്കിലും വന്നിട്ട് കാര്യമില്ല, രണ്ടും സെയിം ആയിരിക്കണം. അങ്ങനെ പറ്റും. ഒന്നുകിൽ ഇത് വരണം, അല്ലെങ്കിൽ ഇത് 0 0 വരണം, അല്ലെങ്കിൽ എന്ത് വരണം? 1 1. അപ്പൊ ഓപ്ഷൻ സി ആണ്. ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ബൈനറി നമ്പർ. ഒരു ബൈനറി നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാൻ എങ്ങനെയാണ്? ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാന്ന് പറഞ്ഞാൽ 1 എടുത്തിട്ട് എന്താക്കുക? 0 0 1 ആക്കുക. അപ്പൊ ഇങ്ങനെ 1 0 അല്ലെ? വൺസ് കോംപ്ലിമെന്റ്. വൺസ് കോംപ്ലിമെന്റിന്റെ LSB യോട് കൂടി ഒരു 1 ആഡ് ചെയ്താൽ എന്താവും? ടൂസ് കോംപ്ലിമെന്റ്. 0 + 1 എന്താവും? 1 ആവും. ഇവിടെ 1 ആകും. 0 1. ഇതാണ് എന്ത്? ടൂസ് കോംപ്ലിമെന്റ്. വൺസ് കോംപ്ലിമെന്റ് കണ്ടിട്ട് അതിന്റെ LSBയിൽ ഒരു 1 ആഡ് ചെയ്യുക. അപ്പൊ 1 0 1 1 എന്നുള്ളതാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. In 2's complement representation, the number dash, number 1 1 1 0 0 1 0 is represented in decimal number. അതായത് 2's complement ലാണ്. 2's complement നമ്മൾ കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ കേസിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുക. അപ്പം ഇതിന്റെ ആക്ച്വൽ നമ്പർ കാണണമെങ്കിൽ ഇതിനെ നമ്മൾ ഇതിനാണ് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം ഒന്ന് വൺസ് കോംപ്ലിമെന്റ് ആക്കി. വൺസ് കോംപ്ലിമെന്റ് ആക്കുമ്പോൾ എന്തായി? ഇങ്ങനെ ആയി. പിന്നെ അതിന് ഒന്നും കൂടെ എടുക്കുക. ഒരു പ്രാവശ്യം കൂടി ടൂസ് കോംപ്ലിമെന്റ് എടുത്താൽ അൺകോംപ്ലിമെന്റഡ് ആവുമല്ലോ. അപ്പൊ ഇവിടെ എന്തൊരു 1 വരും 1 വരും 0 വരും 1 വരും 1 വരും 0 0 0. ഇതാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇത് ഏതാണ് ഇതിന്റെ വാല്യൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതിന്റെ വാല്യൂ എന്തായിരിക്കും നോക്കിയാൽ മതി. അപ്പൊ ഈ ടൂസ് കോംപ്ലിമെന്റില് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ എന്താ വരുക? ഇത് 1 ആണ് അല്ലെ? ഇത് 2 ആണ്. പിന്നെ 4 ഇല്ല. ഇവിടെ 8 ആണ്. ഇത് എത്രയാണ്? 16 ആണ്. അപ്പൊ 16ഉം 8ഉം 24ഉം 26ഉം 27 അല്ലെ? 27 ആണ് അതിന്റെ വാല്യൂ വരുന്നത്. 27 ആണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്കറിയാം ഈ ടൂസ് കോംപ്ലിമെന്റ് നമ്പർ നമ്മൾ അല്ലെങ്കിൽ കോംപ്ലിമെന്റഡ് റെപ്രസെന്റേഷൻ, അതായത് സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ, കോംപ്ലിമെന്റഡ് നമ്പർ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? നെഗറ്റീവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെന്താണ്? -27 ആണ് ഇതിന്റെ ആൻസർ. വൺസ് കോംപ്ലിമെന്റ്, ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്താണെന്ന് ചോദിച്ചേക്കും. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്താ വരുക? ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 1 1 പിന്നെ ഇവിടെ 0 0 1. അപ്പൊ ഇത് കിട്ടണം. 3 0 പിന്നെ 2 1 0 ആണ്. ഓപ്ഷൻ ഏതാണ് എന്റെ കറക്റ്റ് ആൻസർ അല്ലെ? An OR gate has 4 input. ഒരു OR ഗേറ്റിന് 4 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 1 ഇൻപുട്ട് ഈസ് ഹൈ. ഓക്കെ, 1 ഇൻപുട്ട് എന്താണ്? ഒരു ഇൻപുട്ട് ഹൈ ആണ്. ആൻഡ് അതർ 3 ആർ ലോ. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ലോയുമാണെങ്കിൽ. ഓക്കെ, ഒരു ഇൻപുട്ട് ഹൈയും ബാക്കിയുള്ളതെല്ലാം ലോയുമാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു OR ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം OR ഗേറ്റിൽ 4 ഇൻപുട്ട് ഉണ്ട് എന്ന് പറയുന്നത്. ഒന്ന് ഹൈ ആണ്, ബാക്കിയുള്ളതെല്ലാം ലോ ആണ്. അതായത് OR ഗേറ്റിൽ ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ തന്നെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതായത് 1 or 0 ആണെങ്കിലും 1 or 1 ആണെങ്കിലും 1 തന്നെയാണ്, ഹൈ ആണ്. അപ്പൊ ഒന്ന് ഹൈ ആണെങ്കിൽ തന്നെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും അല്ലെ? 1 ഇൻപുട്ട് ഹൈ ആണെങ്കിൽ അതർ 3 ലോ ആണെങ്കിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓപ്ഷൻ ബി. ഫോർ ദ ഗേറ്റ് ഇൻ ദ ഗിവൺ ഫിഗർ ദ ഔട്ട്പുട്ട് വിൽ ബി. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിഗർ നമുക്ക് മിസ് ആയിട്ടുണ്ട്. ഇവിടെ എന്താന്ന് വെച്ചാല് ഒരു മിനിറ്റ്,
ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു XOR ഗേറ്റ് ഉണ്ടായിരുന്നു. XOR ഗേറ്റിന്റെ ഈ ക്വസ്റ്റ്യൻ പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. അതായത് നമുക്കിവിടെ ഒന്നുകിൽ XOR വെച്ചിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ XNOR വെച്ചിട്ടും ചോദിക്കാറുണ്ട്. XORലും XNOR വെച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതില് XOR ഗേറ്റിന്റെ ഈ ഒരു ഒന്നുകിൽ ഇത് ഒരു സാധനം ഗ്രൗണ്ട് ചെയ്തിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ XORന്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്ന് ഗ്രൗണ്ട് ചെയ്തിട്ടും ഒന്ന് എന്ത് ചെയ്യുന്നു, ഒന്നിലേക്ക് ഇൻപുട്ട് കൊടുത്തിട്ടും ചോദിക്കാം. ഒരു ഇൻപുട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ട് ഒന്നിലേക്ക് A കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പല രൂപത്തിൽ ചോദിക്കാറ്. അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഹൈ ആക്കി വെച്ചിട്ട് തിരിച്ചു ചോദിക്കും. അപ്പൊ പല രൂപത്തിൽ അത് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്? ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ മറ്റേ ഇൻപുട്ട് എന്ത് വന്നാലും ഔട്ട്പുട്ട് എന്താ വരിക? അതായത് നിങ്ങൾ നോക്കിയാൽ മതി, 0 വരുമ്പം 0 ആണ്, 0 വരുമ്പോ 1 ആണ്, അല്ല? അപ്പൊ ഇതാണല്ലോ, ഒന്ന് 0 ആണ്, ഒന്ന് 0 ആണെങ്കിൽ പിന്നെ മറ്റത് 0 ആണെങ്കിൽ അത് തന്നെയാണ്, അല്ലെ? ഒന്ന് 0 ആണെങ്കിൽ മറ്റത് 1 ആണെങ്കിൽ അത് തന്നെയാണ്. 0 ഒന്ന് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബഫർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താണോ അതിന്റെ മറ്റേ ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. അപ്പൊ അങ്ങനെ വരുമ്പം C = A എന്നാണ് അതിൽ വരിക. ഈ നേരെ മറിച്ച് ഈ ക്വസ്റ്റ്യൻ ഇവിടെ മാറിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതേ ക്വസ്റ്റ്യൻ തന്നെ പല രൂപത്തിലും ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയണേ. ഇപ്പൊ ഇവിടെ ഇതിന് പകരം കാണിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഇൻപുട്ട് 1 ആണ്. ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ മറ്റേ ഇൻപുട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ വരാം. ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ മറ്റേ ഇൻപുട്ടിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇൻപുട്ട് 1 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ഇത് ഇൻവെർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഇത് ഇൻവെർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി അതേ സാധനം തന്നെ XNOR വെച്ചിട്ട് ഇതേപോലെ ചോദിക്കാറുണ്ട്. XNOR വെച്ചിട്ട് ചോദിക്കുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ XNOR ഗേറ്റിലെ കേസിൽ നമുക്ക് 0 വരുമ്പോൾ 1 ഉം 0 1 ഉം 1 0 0യും 1 1 1 ആണ്. അപ്പൊ ഒന്ന് 0 ആണെങ്കിൽ പിന്നെ മറ്റത് 0 ആണെങ്കിൽ എന്താണ്, അത് 1 ആണ്. ഇത് 0 ആണെങ്കിൽ എന്താണ്, ഇത് 1 ആണെങ്കിൽ അത് 0 ആണ്. എന്ന് വെച്ചാൽ അപ്പോ അതെന്താണ്, A ബാർ ആണ് വരിക. മനസ്സിലായോ? A ബാർ ആണ്. അത് ഇൻവെർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇവിടെ ഗ്രൗണ്ട് ചെയ്താൽ ബഫർ ആണ്, ഇവിടെ ഗ്രൗണ്ട് ചെയ്താൽ ഇൻവെർട്ടർ ആണ്. എന്നാൽ ഇതേ സ്ഥലത്ത് വിചാരിച്ചോ, അപ്പൊ ഇവിടെ 1 കൊടുത്തു, ഇവിടെ A കൊടുത്തു വെച്ചോ. അപ്പൊ എന്താ സംഭവിക്കും, ഒന്ന് 1 കൊടുത്താൽ ഇവിടെ എന്താ, 0 വന്നാൽ 0 ആണ്, ഇവിടെ 0 വന്നാൽ 0 ആണ്, ഇവിടെ 1 വന്നാൽ 1. 4 എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. XORൽ ഒന്ന് ഗ്രൗണ്ട് ചെയ്യുമ്പോഴും ഒന്ന് 1 കൊടുക്കുമ്പോഴും, അതുപോലെ XNORൽ. അത് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 1 ഇൻപുട്ട് ഓഫ് 2 ഇൻപുട്ട് XOR ഗേറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണത്. ഒരു 2 ഇൻപുട്ട് XOR ഗേറ്റിന്റെ ഒരു ഇൻഡയിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ എന്തായിരിക്കും നമ്മൾ പറഞ്ഞേ, ഒന്ന് 1 ആണെങ്കിൽ പിന്നെ 1 ഉം 0യും വരാം. 1 ഉം 0യും വന്നാൽ എന്താ വരിക, 1 ആണ് XOR, അല്ലേ? 1 ഉം 0യും വന്നാൽ എന്താണ്, 1 ആണ് XOR. 1 ഉം വന്നാൽ എന്താണ്, 0 ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ മറ്റേ ഇൻപുട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. The output of 2 input OR gate. ഒരു 2 input OR ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഈ 0 only when it is. ഒരു 2 input OR ഗേറ്റ് ഔട്ട്പുട്ട് 0 ആവുള്ളൂ. Both inputs are 0 ആകുമ്പോൾ മാത്രമാണ്. ഓക്കെ, ഓപ്ഷൻ എ. When an input signal A10 അപ്പൊ നോട്ട് ഗേറ്റിലേക്ക് അപ്ലൈ. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻവെർട്ട് ചെയ്യല്ലേ ചെയ്യാം. അപ്പൊ ഇവിടെ 1 ആകും, ഉണ്ടാവും. ഏത് ആൻസർ, 0 1 0 1 1. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. നോട്ട് ചെയ്താൽ. ഇൻ പോസിറ്റീവ് ലോജിക്, അതായത് പോസിറ്റീവ് ലോജിക് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ലോജിക് ഉണ്ട്. 2 ടൈപ്പ് ഡിജിറ്റൽ ലോജിക് സിസ്റ്റംസ് ഉണ്ട്. പോസിറ്റീവ് ലോജിക്കും പറയും നമ്മൾ, അതുപോലെ തന്നെ നെഗറ്റീവ് ലോജിക്കും പറയും. ഇപ്പൊ പോസിറ്റീവ് ലോജിക് ആണ് എങ്കിൽ അതിൽ ലോജിക് സ്റ്റേറ്റ് 1 എന്താണ് എന്നാണ് പറയുന്നത്, ഹൈ ആയിരിക്കും ലോ ആയിരിക്കും. പോസിറ്റീവ് ലോജിക് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, പോസിറ്റീവ് ലോജിക്കില് ലോജിക് സ്റ്റേറ്റ് 1 എന്ന് പറഞ്ഞാല് അത് ഹൈ ആയിരിക്കും, അല്ലേ? പോസിറ്റീവ് ലോജിക്കിൽ ലോജിക് സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹയർ വോൾട്ടേജ് ആയിരിക്കും. നെഗറ്റീവ് ലോജിക് ആണെങ്കിൽ 1 എന്തായിരിക്കും, ലോവർ, 0 ഹയർ ആയിട്ടാണ് വരും.